ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഏറുന്നു. തിങ്കളാഴ്ച മുതൽ തുടർച്ചയായി എല്ലാ ദിവസവും 1 ലക്ഷത്തോളം ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. 92,041 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. തിരക്ക് വർദ്ധിക്കുന്ന മണിക്കൂറുകളിൽ മരക്കൂട്ടം മുതൽ തുടങ്ങുന്ന ക്യൂ നടപ്പന്തൽ വരെ നീളുകയാണ്. സന്നിധാനത്ത് ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് മാറി ഇന്ന് തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഫ്ലൈ ഓവർ ഉൾപ്പെടെ നിറഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഏകദേശം മരക്കൂട്ടം മുതൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഭക്തരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ പക്ഷേ രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സ്ഥിതി പാടെ മാറുന്ന കാഴ്ച അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മരക്കൂട്ടം മുതൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വലിയ നടപ്പന്തലിൽ അല്പസമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതും ഭക്തർ പറയുന്നുണ്ട്. മലയിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ ഭയങ്കര തള്ളും. ആ കൊച്ചുങ്ങളെ കൊണ്ട് കൊച്ചുങ്ങൾ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു. വോട്ടായതുകൊണ്ട് ഇന്ന് തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച, അപ്പൊ ഇന്ന് നല്ല തിരക്കന്നെ. പക്ഷേ അതിനുശേഷം സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഭക്തർ പിന്നീട് പ്രതികരിക്കുന്നത്. മല അടിപൊളിയായിരുന്നു സ്വാമി, കുഴപ്പമില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി വന്ന് കുറച്ച് വെർച്വൽ ക്യൂടെ കുറച്ച് കടന്നുപോയി, അതാണ് കുറച്ച് ലേറ്റ് ആയി. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് തിരക്കുണ്ടെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് ഔദ്യോഗിക തലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, പരമ്പരാഗത കാനനപാത വഴി വരുന്ന അയ്യപ്പന്മാരെ സംബന്ധിച്ചാണ്. അവർക്ക് സുരക്ഷയൊരുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. നിരീക്ഷണം കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വനം വകുപ്പ് പറയുന്നുണ്ട്. മറ്റൊന്ന്, സത്രം പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചാണ് രാവിലെ 7 മുതൽ 12 വരെ മാത്രമായിരിക്കും സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ സത്രം വഴി കയറ്റിവിടുക എന്നുള്ള കാര്യം കൂടി വനംവകുപ്പ് ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. 26-ാം തീയതിയും 27-ാം തീയതിയുമാണ് പ്രവേശനം ഉണ്ടായിരിക്കുക. ഈ 2 ദിവസങ്ങളിൽ ആദ്യ ദിവസം 30,000 പേർക്കും രണ്ടാമത്തെ ദിവസം 35,000 പേർക്കും മാത്രമാണ് പ്രവേശനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടത്തോടെയാണ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സ്ഥിതി, സന്നിധാനത്തെ സ്ഥിതി തിരക്കുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണ്. ഭക്തർക്ക് കാനനപാതയിലും വലിയ നടപ്പന്തലിലും ഉൾപ്പെടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ഔദ്യോഗിക തലത്തിൽ നിന്നും ഉറപ്പുവരുത്തുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് ഔദ്യോഗിക തലത്തിൽ നിന്ന് അറിയിക്കുന്നത്. അനൂപിനൊപ്പം സന്നിധാനത്ത് നിന്ന് വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.